പഴമക്കാർ നമുക്ക് പകർന്നു തന്ന നല്ലൊരു പാനീയമാണ് റവ കാച്ചിയത് അഥവാ തരി കാച്ചിയത്. നമുക്കറിയാം ഈ പഴയ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ തലമുറ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു വരാണ്. ഇപ്പോൾ ഞാനും പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് ഇവിടെ പറയുന്നത്. അതിനായി ഞാൻ ആദ്യം റവ വറുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്ത് വെക്കായിരുന്നു ഞാൻ റവ. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. പിന്നെ നമുക്ക് വഴിയെ കാണാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പകുതി പാലും പകുതി വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. ഒന്നര കപ്പ് പാലിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാകണം. ചൂടായി വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായി ഒന്ന് ഇളക്കി ചേർക്കണം, അല്ലെങ്കിൽ റവ കട്ട കെട്ടും. ആദ്യം തന്നെ റവ വറക്കാതെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായത് ആദ്യം പാത്രം വെച്ച് നെയ്യ് ഒഴിച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ട് അതിന് അണ്ടിപ്പരിപ്പ് ഇട്ട് അതൊന്ന് വറുത്ത ശേഷം റവ അതിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്ത ശേഷമാണ് പാലും വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. റവ നേരത്തെ വറുത്തുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നല്ല ടേസ്റ്റോടെ കുടിക്കാൻ കഴിയൂ. അങ്ങനെ ഇത് നന്നായി തിളച്ച് ഒരല്പം വറ്റുന്ന വരെ നിൽക്കണം. എന്നാലാണ് റവ വെന്ത് കിട്ടും, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങും. പിന്നെ ഒരു ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റവ തിളച്ച് വരാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് തൂവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത് തന്നെ വേണം. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ അടുപ്പിനെ കൺട്രോൾ ചെയ്യുകയും വേണം. ഇപ്പോൾ നമ്മുടെ റവ കാച്ചിയത് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഒരല്പം വറ്റിയിട്ടുണ്ട്. അതുപോലെ റവ വെന്ത് വരികയാണ്. അതിനൊരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നല്ല നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. നല്ല നെയ്യെന്ന് ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ നെയ്യ്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും ഒന്നുകൂടെ ബ്രൗൺ കളറാകുന്ന വരെ വെയിറ്റ് ചെയ്യണം. തീ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിനെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവ വറുത്ത് ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് വേണമെങ്കിൽ ആദ്യം വറുക്കാം, അല്ലെങ്കിൽ പിന്നീട് വറുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.